വീണ തൈക്കണ്ടിലിനെ കുറിച്ച് സ്തോഭജനകമായ വാർത്തകളാണ് ഇന്നും വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ദയനീയമായൊരു വാർത്ത ഇപ്പോൾ വന്നിട്ടുണ്ട്. അവരുടെ എക്സാലോജിക് എന്ന കമ്പനി കഴിഞ്ഞ 8 വർഷക്കാലം കൊണ്ട് 67,27,000 രൂപ നഷ്ടത്തിലാണ്. പിന്നെ ഈ പാവം സംരംഭകയെ ഇങ്ങനെ വേട്ടയാടണം. ഈ വാർത്ത ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നു. അതിൽ നഷ്ടം അല്ല അവർ പറഞ്ഞിരിക്കുന്നത്, റവന്യൂ ഡെഫിസിറ്റാണ്. റവന്യൂ ഡെഫിസിറ്റ് ഒരു ലോസ് എന്ന് പറയാൻ പാടില്ല. ലോസ് വേറൊരു സാധനമാണ്. റവന്യൂ ഡെഫിസിറ്റ് വരുമാനത്തിൽ കുറവ്, റവന്യൂയിൽ വന്ന കുറവ്, റവന്യൂ വരുമാനത്തിൽ വന്ന കുറവ്. കൃത്യമായിട്ട് അത് നഷ്ടമല്ല, എന്നാലും നഷ്ടത്തിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് ഇത് റവന്യൂ ഡെഫിസിറ്റ്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനമൊക്കെ നിരന്തരം 3.5% റവന്യൂ ഡെഫിസിറ്റ് നിൽക്കുന്നു. അവിടെയെങ്കിലും നിർത്തണം, അതിൽ കൂടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തർക്കം നടക്കുന്നു. അത് ഒരു പെർസീവ്ഡ് ഏർപ്പാടാണ്, കാൽക്കുലേഷനിൽ വരുന്ന ഒരു പേരാണത്. എന്ത് വാങ്ങിക്കോട്ടെ, അത് പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമൊന്നുമല്ല. ഞാൻ ഈ വാർത്തയിൽ പ്രധാനമായിട്ട് കണ്ടതുകൊണ്ടില്ല, എക്സാലോജിക് ലിസ്റ്റ് ഇറ്റ്സ് രജിസ്ട്രേഡ് ഓഫീസ്. എക്സാലോജിക്ക് രജിസ്ട്രേഡ് ഓഫീസായിട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്പർ 21 PID നമ്പർ 985021 ഹെബ്ബൽ ഗംഗാനഗർ ലേഔട്ട്. ഇതാണ് ബാംഗ്ലൂരിൻ്റെ രജിസ്റ്റേർഡ് അഡ്രസ്, ബാംഗ്ലൂർ. When Indian Express visited, the said address turned out to be a vacant plot. അവിടെ ഒരു ബിൽഡിങ്ങും ഇല്ല, ഒന്നുമില്ല, വേക്കൻ്റ് ആയിട്ടുള്ളൊരു പ്ലോട്ടാണ്. ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്, പ്ലോട്ട് വേക്കൻ്റ് ആണ്, വെക്കേറ്റഡ് അല്ല. വെക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിംഗ് അവിടെ നിൽപ്പുണ്ടെന്നാണ്, അവിടെ ഒഴിഞ്ഞു പോയി. വേക്കൻ്റ് ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതെ വെറുതെ കിടക്കുന്ന ഭൂമി, ഒന്നും ചെയ്തിട്ടുമില്ല, ഒരു പക്ഷേ ഭാവിയിൽ ചെയ്യുമായിരിക്കും. ഒരു പ്ലോട്ട് വേക്കൻ്റ് ആണ് നമ്മൾ പറയുമല്ലോ, അവിടെ ഇവിടെ വല്ല പുല്ലോ കാടോ ഒക്കെ പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലം. ഇതാണ് വീണയുടെ രജിസ്റ്റേർഡ് ഓഫീസ്. അതായത് TG പറഞ്ഞു. അപ്പോൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അയക്കുന്ന നോട്ടീസ് എല്ലാം ഈ അഡ്രസ്സ് വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. അല്ല, ഒരു സംശയം ചോദിച്ചോട്ടെ, ഇടപെടില്ല. അപ്പോൾ TG പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് തെറ്റാണ്, തിരുത്തണം. അതായത് എക്സാലോജിക് എന്ന് പറഞ്ഞ കമ്പനിക്ക് ഒരാസ്ഥാനം ഉണ്ടായിരുന്നില്ല, ഫേക്കാണ്. ആ അഡ്രസ്സിൽ ഒരാസ്ഥാനം ഉണ്ടായിരുന്നില്ല. ആസ്ഥാനം വേറെ ഉണ്ടായിരുന്നു. നമ്മൾ TV കാണുന്നുണ്ട് എക്സാലോജിക് ബിൽഡിംഗ് കാണാം, ബോർഡൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ എഴുതി കൊടുക്കുകയോ പോസ്റ്റ്മാനോട് പറയുകയോ ഒക്കെ, ഞങ്ങൾ അവിടെയാണ് ബിൽഡിംഗ് വരാൻ പോകുന്നത്, അതാണ് രജിസ്റ്റേർഡ് ഓഫീസ്, അപ്പോൾ അവിടത്തേക്കായിരിക്കും കത്ത് വരുന്നത്. നിങ്ങളവിടെ പോയി ഒന്നുമില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകണ്ട, ഇവിടെയാണ് ഞങ്ങളുടെ ഓഫീസ്, ഇവിടെ തന്നാൽ മതി, ഞങ്ങൾ വാങ്ങിച്ചോളാം. ഓ ശരിയെന്ന് അവിടെ പോസ്റ്റ് ഓഫീസിൽ എഴുതി കൊടുക്കാം. പലപ്പോഴും നമ്മൾ പറഞ്ഞാൽ മതി. ഇപ്പോൾ നമ്മൾ വീട് പുതുക്കി പണിയുമ്പോൾ ഒരു 10 വീട് അപ്പുറത്ത് എവിടെയെങ്കിലും നമ്മൾ തൽക്കാലം ഒരു വീട്ടിലങ്ങ് താമസിക്കും എന്ന് വെച്ച് നാട്ടുകാരെ മുഴുവൻ ഈ പുതിയ അഡ്രസ്സ് അറിയിക്കാൻ പറ്റുമോ? പഴയ അഡ്രസ്സിൽ തന്നെ കത്ത് വരും. നമ്മൾ പോസ്റ്റ്മാനോട് പറയും, ചേട്ടാ ഞങ്ങൾ വീടൊന്ന് പുതുക്കി പണിയാം, ഞങ്ങളിപ്പോൾ ഇവിടെയാണ് താമസം, ഒന്ന് ഇവിടെ തന്നെ. ഞാൻ തന്നേക്കാം. അല്ല, അവരെ സമയത്തോളം അത് പെർമിറ്റ്. അവിടെ ഒരു പ്രശ്നമുണ്ട്, വീട് പുതുക്കി പണിയാനാണ്. അപ്പോൾ ഒരു വീട് ഉണ്ടായിരുന്നു, ഉള്ളതല്ലേ പുതിയ. ഇതിപ്പം അല്ല, എന്ത് വാങ്ങിക്കോട്ടെ, ഇതുപോലെ ഇതൊരു വേക്കൻറ്റ് ലാൻഡാണ്. ഞാൻ പറയുന്നത് ഈ കത്തുകൾ കൃത്യം അവരുടെ കയ്യിൽ എത്താനുള്ള ഏർപ്പാട് അവർ ചെയ്തിരുന്നു. ഇത് വേക്കൻറ്റ് ലാൻഡാണ്, ഇവിടെ വന്ന് പോസ്റ്റ്മാൻ അഡ്രസ് സീൻ നോട്ട് സീൻ എന്ന് പറഞ്ഞ് തിരിച്ചു പോകരുത്, കത്ത് നമുക്ക് കിട്ടണം. അതുകൊണ്ടാണ് ഈ ROC ഒക്കെ കത്തയക്കുമ്പോൾ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ SFIയുടെ കത്തും ആ വീണയ്ക്ക് കിട്ടിയത് എങ്ങനെയാണ്? ഇന്നലെയോ മിനിഞ്ഞാന്നോ അവർ ചെന്നൈയിൽ ഹാജരായി എന്നൊക്കെ പറയുന്നത് വിശ്വസനീയമായ വാർത്ത. അല്ലെ, ഈ വിഷ്വൽസ് ഇല്ലാത്തതുകൊണ്ട് മറ്റു ചാനലുകൾക്ക് അത് കാണിക്കാൻ പറ്റും. അത് നഖശിതാന്ത് എതിർത്തിട്ടുണ്ട്. ശരി, വ്യാജ വാർത്ത എതിർത്തോട്ടെ. ഏതായാലും SFIയുടെ ഒരു നോട്ടീസ് അവർക്ക് ചെന്നുകൊണ്ടാണല്ലോ അവർ കോടതിയിൽ പോയത്. ആ നോട്ടീസെങ്കിലും അവർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി അവരവിടെ പോയിട്ടില്ല, ശരി, നോട്ടീസ് കിട്ടില്ല. നോട്ടീസ് കൊടുക്കുന്ന ഈ അഡ്രസ്സിലാണല്ലോ. കാരണം SFIയുടെ അടുത്തും ROCയുടെ അടുത്തും ഈ അഡ്രസ്സാണ് കിടക്കുന്നത്, രജിസ്റ്റേർഡ് ഓഫീസ്. ആദ്യം AKG സെൻ്റർ ആയിരുന്നു, അവിടുന്ന് ഈ അഡ്രസ്സിലേക്ക് മാറി. ആ മാറിയത് ROC അറിയിക്കാതെ മാറി എന്ന് പറഞ്ഞിട്ട് 1 ലക്ഷം രൂപ ROC പിഴയിടും. മാറിയത് ഒന്നുമില്ലാത്തടത്തേക്കാണ്. 1 ലക്ഷം രൂപ പിഴയിട്ടതിന് ഇവരെ അപ്പീൽ പോയിട്ട് പിഴ 20,000 ആയിട്ട് കുറയ്ക്കുന്നു. അപ്പോൾ ദിസ് ഈസ് ഓൾ നോൺ ആൻഡ് എഗ്രീഡ് ബൈ എവരിബഡി. ഇതുവരെ ROCയോ SFIയോ ഈ വീണ വിജയൻ്റെ ബാംഗ്ലൂർ ഓഫീസ് റെയ്ഡ് ചെയ്തതായിട്ട് അറിവില്ല. ഓഫീസ് ഉണ്ടെങ്കിലല്ലേ? കാരണം ഓഫീസ് മറ്റേ ഓഫീസുണ്ട്, പക്ഷേ ഇവരെ സമയത്തോളം രജിസ്റ്റേർഡ് ഓഫീസ് ആണെന്ന് പറഞ്ഞ് ഇവർ ചെന്ന് അവിടെ വേക്കൻറ്റ് ലാൻഡ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഈ ജോലിയെല്ലാമാണ് ഇന്ത്യൻ എക്സ്പ്രസ് അവർക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്.
കാരണം അവർക്ക് ചെയ്യാൻ ഔദ്യോഗികമായിട്ട് ഫയൽ മൂവ് ചെയ്ത് 10 ദിവസം എടുക്കും. ഇന്ത്യൻ എക്സ്പ്രസ്സിന് ചുമ്മാ 2 റിപ്പോർട്ടർമാരെ അയച്ചു കഴിഞ്ഞാൽ കാര്യം കഴിയും. ഇൻഫോർമലാണല്ലോ. അതാണ് ഇവരിത് ചെയ്തിരിക്കുന്നത്. നമ്പർ 2, ഇതിലും രസം, ഡ്യൂറിങ് ഇറ്റ്സ് ലിമിറ്റഡ് ലൈഫ് സ്പാൻ എന്നുവെച്ചാൽ ക്ലോസ് ചെയ്തു ഈ സാധനം. 2021-22 ഡോർമെൻ്റ് ആക്കി. ആ പീരീഡിനുള്ളിൽ they have taken a loan 50 lakhs from Dhanlakshmi Bank and a loan of rupees 37.36 lakhs 37.36 ലക്ഷം from Empower India Capital Investment Private Limited. ഇത്ര നീണ്ട ഒരു പേര്. The loan from Dhanlakshmi Bank was fully repaid 2021. തിരിച്ചടച്ചു ഷോർട്ട്ലി ബിഫോർ കമ്പനി സീസ്ഡ് ഇറ്റ്സ് ഓപ്പറേഷൻ. ഇൻട്രസ്റ്റിംഗ്ലി എംപവർ ഇന്ത്യ എന്ന് പറയുന്ന രണ്ടാമത്തെ ഇവർ ലോൺ എടുത്ത കമ്പനി, 37 ലക്ഷം ലോൺ എടുത്ത കമ്പനി, ഈസ് ലൊക്കേറ്റഡ് ഇൻ കൊച്ചി ആൻഡ് ഈസ് ലിങ്ക്ഡ് ടു കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് ലിമിറ്റഡ്, CMRമായിട്ട് ബന്ധമുള്ള കമ്പനി, ത്രൂ എ കോമൺ ഡയറക്ടർ. അവിടുത്തെ ഒരു ഡയറക്ടർ ഇവിടെയുണ്ട്, ഇതേ ഡയറക്ടർ അവിടെയുമുണ്ട്. അയാളുടെ പേര് സതിവിലാസ് നാരായണൻ കർത്ത ശശിധരൻ. ഇതാണ്. ഇപ്പോൾ ശശിധരൻ കർത്ത തന്നെയാണോ എന്നറിയില്ല. കാരണം ഈ ഇനിഷ്യൽ എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ നമ്മുടെ പാസ്പോർട്ടിലൊക്കെ അച്ഛൻ്റെ പേര് ആദ്യം വരുമല്ല. ഈ അടൂർ ഗോപാലകൃഷ്ണനൊക്കെ അവാർഡ് കിട്ടുമ്പോൾ അദ്ദേഹം സങ്കടപ്പെട്ടിട്ടുണ്ട്. ഗോപാലകൃഷ്ണൻ എന്നുള്ള പേരിൽ എനിക്ക് ഇന്ന് വരെ അവാർഡ് കിട്ടിയിട്ടില്ല. എൻ്റെ പേര് അനൗൺസ് ചെയ്യുമ്പോൾ ശ്രീധരൻ നായർ എന്ന് പറഞ്ഞാണ് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെയാണെന്ന് എനിക്കറിയാം. ഞാൻ പോകും. കാരണം എസ് ഗോപാലകൃഷ്ണൻ, ശ്രീധരൻ നായർ ഗോപാലകൃഷ്ണൻ. ഉത്തരേന്ത്യക്കാർ നോക്കുമ്പോൾ ശ്രീധരൻ നായരാണ് ആദ്യത്തെ പേര്. ആലോക് ശർമ്മ എന്ന് പറയുമ്പോൾ ആലോക് എന്നാണ് അയാളുടെ പേര്, ശർമ്മ സർനെയിം. ഇതേ ലോജിക്ക് വെച്ചിട്ട് ശ്രീധരൻ നായർ ഇദ്ദേഹത്തിൻ്റെ പേര്, ഗോപാലകൃഷ്ണൻ സർനെയിം. ഇതാണ് ഉത്തരേന്ത്യയിലെ ലോജിക്ക്. ഇത് വെച്ചിട്ട് ശ്രീധരൻ നായർ എന്ന് പറയുമ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ എണീറ്റ് പോയിട്ട് അവാർഡ് വാങ്ങുകയാണ് ചെയ്യുന്നത്. അല്ല, അത് ലോൺ എടുത്ത കാര്യമല്ലേ, അതിപ്പോൾ ആരായാലും. അതുപോലെ സതിവിലാസ് നാരായണൻ കർത്ത ശശിധരൻ എന്ന് പറയുന്നത് ഈ ശശിധരൻ കർത്തയുടെ എക്സ്പാൻഷൻ ആവാം പാസ്പോർട്ടിൽ. പക്ഷേ ഇത് ലോണല്ലേ, അത് കുഴപ്പമുണ്ടോ? ആസ് ഇൻഡിക്കേറ്റഡ് ബൈ ഡോക്യുമെൻറ്റ്സ് ഇൻ പബ്ലിക് ഡൊമൈൻ. അല്ല, ലോണാണ്, അതിലൊരു കുഴപ്പവുമില്ല. ബട്ട് ഇൻഡയറക്ട്ലി ഇറ്റ് ഈസ് ലിങ്ക് ടു CMR. ഈ CMRലാണ് ഒരു ജോലിയും ചെയ്യാതെ ഒരു എമൗണ്ട് മാസം തോറും ഇവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. ഇതൊക്കെ അനാവശ്യമായ ലിങ്കിങ് ഇതിൻ്റെ പുറത്ത് കൊണ്ടുവരുന്നു ഇവരെല്ലാം. ഇപ്പോൾ ഇന്നലെ ഷോൺ ജോർജ് പുറത്ത് വിട്ടില്ല. KSIDCയുടെ 3 ഡയറക്ടർമാരോ MDയോ ഒക്കെ റിട്ടയർ ആയി കഴിഞ്ഞിട്ട് CMRലിൻ്റെ ഡയറക്ടർ ബോർഡിൽ കയറാൻ പാടില്ല. കയറാം, ന്യായമല്ലേ? ആണ്. നിയമവിരുദ്ധമാണോ? അല്ല. പക്ഷേ കൃത്യം KSIDC നിന്ന് റിട്ടയർ ചെയ്യുന്നു, നേരെ പോയിട്ട് CMR ഡയറക്ടറാകുന്നു. അതിലൊരു അസ്വാഭാവികതയില്ലേ? എന്തോ ഒരു കുഴപ്പമുണ്ട് എന്ന് തോന്നിക്കത്തക്ക രീതിയിൽ ഓപ്പറേഷൻ നടക്കുന്നു. അതുപോലെ ശശിധരൻ സ്റ്റേക്ക് ഉണ്ടല്ലോ KSIDCക്ക്. ആയിക്കോട്ടെ, സ്റ്റേക്ക് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ മാനേജിങ് ഡയറക്ടറോ വയസ്സായി രാജിവെച്ച് കഴിയുമ്പോൾ മറ്റേ കമ്പനിയിലേക്ക് പോയി ഇതിൽ കൂടുതൽ സ്റ്റേക്കുള്ള മദർ കമ്പനിയിൽ പോയി ഡയറക്ടർ ആവുക എന്നുള്ളത് ഒരു അസ്വാഭാവികതയാണ്. അത് നിരന്തരം സംഭവിക്കുക എന്നുള്ളത് വേറൊരു അസ്വാഭാവികതയാണ്. അല്ല, നമ്മുടെ നാട്ടിൽ പൊതുവിൽ യാദൃശ്ചികമായിട്ട് 1-2 ഒക്കെ സംഭവിച്ചാൽ DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റ രാജിവെച്ചു, റിട്ടയർ ചെയ്തു, KMRലിൻ്റെ MD ആയി. ഇതിപ്പോൾ അത് ആയിക്കോട്ടെ. DGPയും KMRലും തമ്മിൽ സാമ്പത്തിക ഇടപാടൊന്നുമില്ലല്ലോ, ഉണ്ടോ? പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും KMRലും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളൊന്നുമില്ല. ഈ സാമ്പത്തിക ഇടപാടുകൾ വരുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഞാൻ പറയട്ടെ, ഒരേ കമ്പനിയിൽ ഞാൻ ഡയറക്ടറായിട്ടിരിക്കുന്നു, സുനിലിൻ്റെ കമ്പനിയിലും ഡയറക്ടറായിട്ടിരിക്കുന്നു. എൻ്റെ കമ്പനി സുനിലിൻ്റെ കമ്പനിക്ക് ഓർഡർ കൊടുക്കുന്നു. ഞാൻ റിട്ടയറായി കഴിയുമ്പോൾ സുനിലിൻ്റെ കമ്പനിയുടെ ഡയറക്ടറായിട്ട് മാറുന്നു. ഇത് നോക്കുമ്പോൾ മോഹൻദാസ് അവിടെ ഇരുന്നിട്ട് സുനിലിന് ഓർഡർ കൊടുക്കുന്നു, ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയി അതിൻ്റെ മാനേജിങ് ഡയറക്ടറാകുന്നു. അതായത് ഇരുന്ന പോസ്റ്റിൽ നിന്നുള്ള ബെനിഫിറ്റ് നേരത്തെ മറ്റേ കമ്പനിക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിൻ്റെ മേധാവിയായിട്ട് ഞാൻ എടുക്കുന്നു എന്നൊരു സംശയം വരും. അതുകൊണ്ടാണ് ഈ അനാവശ്യമായ ലിങ്കിങ്ങിന് ആൾക്കാർ പോകാത്തത്. ഈവൻ കമ്പനി അഫയേഴ്സ് തന്നെ തടഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് 20 കമ്പനികളിൽ വരെ ഡയറക്ടറാവാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ പാടില്ല. കാരണം ഈ ഒരു മാൽ പ്രാക്ടീസിനുള്ള സാധ്യത വർദ്ധിച്ചു വരുന്നു.
ഒരു മനുഷ്യൻ 100 കമ്പനിയിൽ ഡയറക്ടറാണ്. അവർ നടത്തുന്ന ഓപ്പറേഷൻസിലെല്ലാം ഇദ്ദേഹം ഇടപെടുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ സംശയാസ്പദമായ ട്രാൻസാക്ഷൻസ് നടക്കുന്നു. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് 20 വെച്ച് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഈ വേണ്ടാതീനമാണ്. എന്തിനാണ് ഇവർ ഈ എംപവർ ഇന്ത്യയിൽ നിന്ന് ലോൺ എടുക്കാൻ വേറെ എന്താ മുത്തൂറ്റിയിൽ നിന്ന് ലോൺ എടുക്കാത്തത്? അതൊക്കെ സാങ്കേതികമല്ലേ? നമുക്ക് പരിചയമുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് ലോൺ എടുക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. അല്ല, എംപവർ ഇന്ത്യ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള കമ്പനിയാണ്. ഇവർ ഇൻവെസ്റ്റ് ചെയ്യാനല്ല, ലോൺ എടുക്കുകയാണ് ചെയ്യുന്നത്. എന്ത് വാങ്ങിക്കോട്ടെ, അതൊരു ഒരു സംശയം ജനിപ്പിക്കുന്നു. അടുത്തത്, അക്കോർഡിംഗ് ടു എ സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻറ്റ് ഹൂ റിവ്യൂഡ് ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു സർട്ടിഫൈഡ് CA-കാരൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് റിവ്യൂ ചെയ്തിട്ട് അവരോട് ഇന്ത്യൻ എക്സ്പ്രസിനോട് പറയുന്ന കാര്യം, ഫ്രം ദ അനാലിസിസ് ഓഫ് ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ് അപ്പിയേഴ്സ് ദാറ്റ് ദ entity operates as a special purpose vehicle. ഒരു SPV ആയിട്ടാണ് ഈ എക്സാലോജിക് പ്രവർത്തിക്കുന്നത്. സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ, ഒരു പ്രത്യേക ഉദ്ദേശത്തിനായിട്ടൊരു കമ്പനി ഉണ്ടാക്കുന്നു. ആ ഉദ്ദേശം കഴിയുമ്പോൾ കമ്പനി ഡോർമെൻ്റ് ഡിസോൾവ് ചെയ്യും. വിത്ത് എ ഫൈനൈറ്റ് ഓപ്പറേഷണൽ ലൈഫ് സ്പാൻ ആൻഡ് ഈസ് ഗ്രാജുവലി നിയറിങ് ഇറ്റ്സ് എൻഡ്. ഒരു പ്രത്യേക ഉദ്ദേശത്തിലുണ്ടാക്കി, ഒരു പ്രത്യേക കാലത്തിലേക്കുണ്ടാക്കി, ആ കാലത്തിൻ്റെ അവസാനം അടുക്കാറായി. അതുകൊണ്ടാണ് ഈ ഉറക്കിയിട്ടിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ക്ലോസ് ചെയ്യും. ഇതാണ് ഈ ബാലൻസ് ഷീറ്റ് തരുന്ന ലക്ഷണങ്ങൾ. ദ പാറ്റേൺ ഓഫ് ഗ്രോത്ത് ഫോളോഡ് ബൈ എ സബ്സീക്വൻറ്റ് ഡിക്ലൈൻ ഇൻ റവന്യൂസ് ആൻഡ് ദ ലാക്ക് ഓഫ് കോറിലേഷൻ ഇൻ സർട്ടൻ ഫിഗേഴ്സ് റിപ്പോർട്ടഡ് ഇൻ ദ ഓഡിറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് സപ്പോർട്ട്സ് ദിസ് ഇൻഫറൻസ്. ഇതിൻ്റെ ഗ്രോത്തും ഇതിൻ്റെ ഡിക്ലൈനും പിന്നെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനുള്ള ചില ഡിസ്പാരിറ്റീസും ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കൃത്യം ഒരു പ്രത്യേക പർപ്പസിനുണ്ടാക്കിയിട്ട് പിന്നെ അങ്ങ് ഇല്ലാതാക്കുന്ന ഒരു കമ്പനിയാണെന്നുള്ള നിഗമനത്തിലാണ് ഈ ഒരു ഇൻഡിപെൻഡൻറ്റ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഒപ്പീനിയൻ കൊടുത്തിരിക്കുന്നത്. ഫലത്തിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം വിചാരിച്ച പോലെ ഒരു സിമ്പിൾ ഓപ്പറേഷൻ അല്ല ഈ നടന്നിരിക്കുന്നത്. KSIDCയുടെ ഡയറക്ടേഴ്സ് CMRLൻ്റെ ഡയറക്ടേഴ്സ് ആവുന്നു. CMRL എക്സാലോജിക്കിന് കോൺട്രാക്റ്റ് കൊടുക്കുന്നു. അതേ CMRLൻ്റെ ഒരു സബ്സിഡിയറി കമ്പനിയിൽ നിന്ന് എക്സാലോജിക്ക് ലോൺ എടുക്കുന്നു. ഈ CMRL മാസം തോറും ഇപ്പോൾ ഈ പറയുന്ന മാസപ്പടി അത് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇത് കൂടാതെയാണ്, ഇതിൻ്റെ കൂടെയാണ് നമ്മുടെ തോട്ടപ്പള്ളിയിലെ മണൽ വാരൽ വയ്ക്കേണ്ടത്. ഇന്നലെ മന്ത്രി സമ്മതിച്ചിട്ടുണ്ട്, KMML റൂട്ടയിൽ വാങ്ങി CMRL നിന്ന്. അതായത് മണൽ, CMRLന് പെർമിഷൻ ഇല്ലാത്ത മണൽ KMML വാരിയിട്ട് CMRLന് കൊടുത്തിട്ട് CMRL അതിൽ നിന്ന് റൂട്ടയിൽ വേർതിരിച്ചിട്ട് KMMLന് തിരിച്ചു കൊടുത്തു. ദ ഹോൾ ഓപ്പറേഷൻ ഈസ് ഇല്ലീഗൽ. കാരണം അവർക്ക് ലൈസൻസ് ഇല്ല ഇത് ചെയ്യാൻ. ആർക്ക്? CMRLന്. അല്ല, CMRL ലൈസൻസ് ഇല്ലാത്തത് ഈ അവിടുന്ന് മണലെടുക്കാനാണ്. അതെ, മണലെടുക്കാൻ ലൈസൻസ് ഇല്ല. മണലെടുക്കുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? KMML മണലെടുത്തു. KMML മണലെടുത്തിട്ട് CMRLന് കൊടുത്തു. മണലല്ല, മണലിൽ നിന്ന് വേർതിരിച്ച് ഇലുമിനേറ്റ് അല്ല, മണൽ തന്നെ കൊടുത്തു. അത് തെറ്റാണ്. കാരണം ഇന്നലെ വന്ന റിപ്പോർട്ട് പറയട്ടെ, ഇന്നലെ വന്ന റിപ്പോർട്ട് ഇങ്ങനെയാണ്. പക്ഷേ തോട്ടപ്പള്ളിയിലെ മണൽ അത് ശരിയായി KMML വാരിയിട്ട് CMRLന് കൊടുത്തു. അത് തെറ്റാവാൻ കാരണം അതിൽ നിന്ന് പറയട്ടെ, അതിൽ നിന്ന് റൂട്ടയിൽ തിരിച്ചു വിട്ടു. അല്ല, മണലല്ല, ഇലിമിനേറ്റ് കൊടുത്തു. ഇലിമിനേറ്റ് ആയിരിക്കാം. കാരണം കേരളത്തിൽ അതുകൊണ്ട് ഈ ആരോപണം ഇല്ലാതാകുന്നു. മണലിന് പകരം ഇലിമിനേറ്റ് വെച്ചു. സബ്ജക്ട് ടു കറക്ഷൻ. അല്ല, ആയിക്കോട്ടെ. അതുകൊണ്ട് ആ കറക്ഷൻ കൊണ്ടുണ്ടാകുന്ന പ്രയോജനമുണ്ട്. കാരണം കേരളത്തിൽ മിനറൽ സെപ്പറേഷൻ പ്ലാന്റ് 2 ഉള്ളൂ. അത് IREL-നും KMML-നും മാത്രമാണ്. അവർക്ക് മാത്രമേ മണലെടുത്തിട്ട് ഇൽമിനേറ്റ് വേർതിരിക്കാൻ പറ്റുള്ളൂ. CMRL എന്ന കമ്പനിക്ക് മണൽ കിട്ടിയിട്ട് കാര്യമില്ല. മണൽ ഇറ്റ്സ് എ വേസ്റ്റ് മെറ്റീരിയലാണ്. അവർക്ക് മണലിൽ നിന്ന് വേർതിരിക്കുന്ന ഇൽമിനേറ്റ് കിട്ടിയിട്ടേ കാര്യമുള്ളൂ. ഇൽമിനേറ്റിൽ നിന്നാണ് അവർ സിന്തറ്റിക് റുട്ടൈൽ ഉണ്ടാകുന്നത്. കാരണം ഈ സബ്ജക്റ്റ് കുറച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ TG പറഞ്ഞതുപോലെ ചില കേന്ദ്രങ്ങൾ ഇങ്ങനെ തെറ്റായ പ്രചരണം നടത്തുന്നുണ്ട്. CMRL മണലെടുത്തുകൊണ്ട് പോകുന്നുള്ളൂ. അത് തെറ്റാണ്. മണൽ കിട്ടിയിട്ട് അവർക്ക് കാര്യമില്ല. ഇൽമിനേറ്റ് ആയിരിക്കാം കൊടുത്തിരിക്കുന്നത്. ഇൽമിനേറ്റ് മുൻകാലങ്ങളിലും IRE-യും KML-ലും CMRL-നും കൊടുത്തിട്ടുണ്ട്. ഈ കമ്പനി അവിടെ വരുമ്പോൾ അവരുമായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റിൻ്റെ ഭാഗമാണ് ആവശ്യത്തിനുള്ള റോ മെറ്റീരിയൽസ് കൊടുക്കാമെന്ന് ഗവൺമെൻറ് ഓഫ് കേരള ഗൗരിയമ്മയുടെ കാലത്ത് സമ്മതിച്ചിട്ടുള്ളതാണ്. ഇല്ല, ഇതൊക്കെ വേറൊരു വിഷയത്തിലേക്ക് തിരിയുന്ന പോലെ ഇതിപ്പോൾ സംഭവിച്ചിട്ടുള്ളത്, CMRL-ന് ലൈസൻസ്ഡ് ആയിട്ട്
കിട്ടാത്ത സാധനം KMML അവർക്ക് സപ്ലൈ ചെയ്യുന്നു. ദാറ്റ് മേ ബി കറക്റ്റ്. സാധനം എന്ന് ഞാൻ പറയുന്നത് ഈ മണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുനിൽ തല്ലാൻ വരും എന്നുള്ളതുകൊണ്ടാണ്. സാധനം അത് ഇൽമനേറ്റ് എന്ന് സുനിൽ സമാധാനമാണെങ്കിൽ ആയിക്കോട്ടെ. ഇൽമനേറ്റ് ആണ് കറക്റ്റ്. സാധനം, ഈ സാധനം തോട്ടപ്പള്ളി അഴിമുഖത്തു നിന്ന് മാത്രമാണ് വാരിയെടുക്കുന്നത്. കാരണം നമ്മുടെ 2018 പ്രളയം കഴിഞ്ഞപ്പോൾ അത് കൂടാതെ സ്വാമിനാഥൻ റിപ്പോർട്ടിലും ഉണ്ട്. കാരണം നമ്മുടെ കുട്ടനാട് സ്റ്റാർട്ട് ചെയ്യുന്നത് തോട്ടപ്പള്ളിയിൽ നിന്നാണ്. കുട്ടനാട് എന്ന് പറയുന്ന കാർഷിക മേഖല അത് സ്റ്റാർട്ടിങ് തോട്ടപ്പള്ളിയിലാണ്, എൻഡിങ് തണ്ണീർമുക്കത്താണ്. തണ്ണീർമുക്കം ബണ്ടും തോട്ടപ്പള്ളി സ്പിൽവേ ഈ രണ്ട് സാധനങ്ങളാണ് ഉപ്പുവെള്ളം കുട്ടനാട്ടിൽ കയറാനും ഇറങ്ങാനും കയറാതിരിക്കാനും ഇറങ്ങാതിരിക്കാനും ഒക്കെയുള്ള ഉണ്ടാക്കിയത്. തോട്ടപ്പള്ളി സ്പിൽവേ വളരെ കാലം പൂട്ടിക്കിടന്നതുകൊണ്ട് അവിടെ മുഴുവൻ മണ്ണടിഞ്ഞിട്ട് ആ സ്പിൽവേ യൂസ്ലെസ് ആയി. അതിൻ്റെ മുകളിൽ കൂടെ വണ്ടി പോകാമെന്നുള്ളതിനത് വേറെ പ്രയോജനമില്ല. അപ്പുറത്ത് ഒരു പാലം പോലെ ഒരു തിട്ട രൂപപ്പെടുകയും ചെയ്തു. 2018 പ്രളയം കഴിഞ്ഞപ്പോൾ ഈ തിട്ട പൊട്ടിച്ച് വെള്ളം അതിലെ വിട്ടേ പറ്റൂ എന്നുള്ള സ്ഥിതിയായി. അപ്പോൾ പരിസ്ഥിതിക്കാർ കയറിയിട്ട് തിട്ട പൊട്ടിക്കാൻ പറ്റില്ല, അതാണ് ഇതാണ് വേറൊരു പ്രത്യാഘാതം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് സാധനം ഹൈക്കോടതിയിലെത്തി. ഹൈക്കോടതി ഈ തിട്ട പൊട്ടിക്കാൻ പറഞ്ഞു. ആ ജഡ്ജ്മെൻറ്റ് സുനിലിന് ഓർമ്മയുണ്ടാകും. എന്താണെന്ന് അറിയാമോ? അതിലൊരു സംസ്കൃത ശ്ലോകം എഴുതിയിരുന്നു ജഡ്ജി. അതിനെ ചൊല്ലി വൻ വിവാദമായി. ആഹാ, മനുസ്മൃതി വെച്ചാണോ ജഡ്ജ്മെൻറ്റ് എഴുതുന്നത്? അങ്ങനെ മനുസ്മൃതിയൊന്നുമല്ല. അങ്ങനെ ആകെ പറഞ്ഞത് ഒരു എമർജൻസിയിൽ രാജാവിന് ചില അൺപ്ലസൻ്റ് കാര്യങ്ങൾ ചെയ്യാൻ അവകാശമുണ്ട് എന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ എമർജൻസിയിൽ 2018 പ്രളയത്തിൽ രാജാവിന് പകരം മന്ത്രിസഭയാണ്, പിണറായി വിജയൻ്റെ മന്ത്രിസഭയാണ്. മന്ത്രിസഭയ്ക്ക് യുക്തമെന്ന് തോന്നുന്ന തീരുമാനം എടുക്കാം, ബിക്കോസ് ഇറ്റ് ഈസ് ആൻ എമർജൻസി. നൗ എമർജൻസി ഈസ് എബവ് ദ എൻവയൺമെൻറ്റ്. മനുഷ്യജീവനും മൃഗങ്ങളുടെയൊക്കെ ജീവൻ സംരക്ഷിക്കണമല്ലോ. കുട്ടനാട്ടിൽ വെള്ളം 4 ദിവസം 5 നദികൾ കൊണ്ടുവന്ന് കുട്ടനാട്ടിൽ വെള്ളം ചാണ്ടിയിരിക്കുകയാണ്. കുട്ടനാട് മുഴുവൻ മുങ്ങിക്കിടക്കുന്നു. അവരെല്ലാം ആലപ്പുഴയിലും അവിടെ ഇവിടെയൊക്കെ താമസിക്കുന്നു. ഈ സമയത്താണ് ഇത് പൊട്ടിക്കാനായിട്ട്. അപ്പോൾ ആ എമർജൻസി സിറ്റുവേഷനിൽ ഗവൺമെൻറ് പൊട്ടിക്കാൻ തീരുമാനിച്ചെങ്കിൽ അത് അനുവദനീയമാണ്. ഡെസ്പൈറ്റ് റെസ്ട്രിക്ഷൻസ് ഫ്രം ഈ ഇതുണ്ടല്ലോ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട്. ഇത് കഴിഞ്ഞിട്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിലേക്ക് ആ ജഡ്ജ്മെൻറ്റ് കയറുന്നുണ്ട്. ആ ആക്ട് വെച്ചിട്ടും ഇത് ചെയ്യാമെന്ന് സമർത്ഥിച്ച് ആ ജഡ്ജ്മെൻറ്റിൻ്റെ മെറിറ്റിലേക്ക് ആരും പോയില്ല. ഈ സംസ്കൃത ശ്ലോകം കണ്ടു കഴിഞ്ഞപ്പോൾ സംസ്കൃതം കണ്ടാൽ ചൊറിയുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാവരും കൂടെ ബഹളം. സംസ്കൃതം കണ്ട ഉടൻ മനുസ്മൃതിയാണ്. ബട്ട് ആ ജഡ്ജ്മെൻറ്റ് ഇൻഫാക്ട് ഇറ്റ് വാസ് സപ്പോർട്ടിങ് പിണറായി വിജയൻ. അതെ. ബട്ട് സ്റ്റിൽ സംസ്കൃതം വന്നുകൊണ്ട് ഇളമരം കാര്യം അവർ ഒരു തെറി പറയാൻ തുടങ്ങി. സംസ്കൃതം വെച്ചിട്ടാണ്, മനുസ്മൃതി വെച്ചാണ് ജഡ്ജ്മെൻറ്റ്. എടാ, ഈ ജഡ്ജ്മെൻറ്റ് നിനക്ക് അനുകൂലമാണ്, നിൻ്റെ മന്ത്രിസഭയ്ക്ക് അനുകൂലമായ ജഡ്ജ്മെൻറ്റാണ്. അത് വായിച്ചു നോക്കിയാലേ. ഓക്കെ, ഇല്ല, ഏതായാലും ഇത് ചെയ്തു. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഭാഗത്തുള്ള മണ്ണ് കോരിയെടുക്കാനാണ് ഈ IREക്കും KMMLനും ഒക്കെ പെർമിഷൻ കൊടുത്തത്. ഇപ്പോൾ ഇവരെന്ത് ചെയ്തു? ഈ കനാൽ ക്ലീൻ ചെയ്യുകയോ പിടിക്കുകയോ ഒന്നും ചെയ്യാതെ ഈ ഭാഗത്തുള്ള ഈ ഇൽമനേറ്റ് നിറഞ്ഞ മണ്ണ് മാത്രം മാന്തി എടുക്കുന്നു. ഇതാണ് കംപ്ലയിൻറ്റ്. അതെടുത്തിട്ട് ആ സാധനം, ഇനി ഞാൻ മണലെന്ന് പറഞ്ഞൊന്നും വേണ്ട, ആ സാധനം കർത്താവിന് കൊടുക്കുന്നു. കർത്താവ് അത് റൂട്ടയിലായിട്ട് തിരിച്ച് KMML വയ്ക്കുന്നു. ദിസ് ഹാസ് ബീൻ കൺഫേംഡ് ബൈ ദ മിനിസ്റ്റർ രാജീവ് ഇൻ അസംബ്ലി. ഇതാണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ്. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എക്സാലോജിക്ക്, KSIDC, KMML, CMRL ഇത്രയും പേര് ഇപ്പം തന്നെ വന്നു കഴിഞ്ഞു സംശയത്തിൻ്റെ നിഴലിൽ. ഇനി ആരൊക്കെ വരും എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.